കേരള PSCക്ക് വേണ്ടി തയ്യാറെടുക്കുന്നവരാണെങ്കിൽ തീർച്ചയായിട്ടും പഠിക്കേണ്ട ഒരു ഭാഗമാണ് കേരളത്തിനെ കുറിച്ചുള്ള ക്വസ്റ്റ്യൻസ്. നമ്മൾ ഓൾറെഡി 1000 ക്വസ്റ്റ്യൻസ് ഇതിനെക്കുറിച്ച് ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞ് ഇതിൻ്റെ ലാസ്റ്റ് പാർട്ടാണ് ഇന്നത്തെ വീഡിയോയിലൂടെ ഡിസ്കസ് ചെയ്യുന്നത്. വീഡിയോയിലേക്ക് കടക്കാം. 874 ദിവസം കൊണ്ട് മഹാഭാരതം മലയാളത്തിലേക്ക് പരിഭാഷപ്പെടുത്തിയത് കൊടുങ്ങല്ലൂർ കുഞ്ഞിക്കുട്ടൻ തമ്പുരാൻ. അരുവിപ്പുറം വിപ്ലവം എന്നറിയപ്പെട്ടത് ശ്രീനാരായണ ഗുരുവിൻ്റെ ശിവലിംഗ പ്രതിഷ്ഠ. മലയാളത്തിലെ മിസ്റ്റിക് കവി എന്നറിയപ്പെട്ടത് G. ശങ്കരക്കുറുപ്പ്. അദ്വൈത ചിന്താ പദ്ധതി എന്ന കൃതിയുടെ കർത്താവ് ചട്ടമ്പിസ്വാമികൾ. ആനന്ദ മഹാസഭ സ്ഥാപിച്ചത് ബ്രഹ്മാനന്ദ ശിവയോഗി. ഭാരതപ്പുഴയുടെ ഉത്ഭവസ്ഥാനം ആനമല. അട്ടപ്പാടിയിൽ കൂടി ഒഴുകുന്ന നദി ശിരുവാണി. മരച്ചീനി ഏറ്റവും കൂടുതൽ ഉൽപ്പാദിപ്പിക്കുന്ന കേരളത്തിലെ ജില്ല തിരുവനന്തപുരം. പ്രാചീന കാലത്ത് ചൂർണി എന്ന പേരിൽ അറിയപ്പെട്ടിരുന്ന നദി പെരിയാർ. ഇടുക്കി ജില്ലയിൽ ഇന്തോ സ്വീസ് പ്രോജക്റ്റ് സ്ഥാപിക്കപ്പെട്ട സ്ഥലം മാട്ടുപ്പെട്ടി. ഇടുക്കി ജില്ലയുടെ ആസ്ഥാനം പൈനാവ്. ഏത് നദിയുടെ പോഷക നദിയാണ് മുതിരപ്പുഴ? ഉത്തരം പെരിയാർ. സുവോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ പശ്ചിമഘട്ട പ്രാദേശിക കേന്ദ്രം എവിടെയാണ്? ഉത്തരം കോഴിക്കോട്. കേരള ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ലോക്കൽ അഡ്മിനിസ്ട്രേഷൻ എവിടെയാണ്? ഉത്തരം മുളങ്കുന്നത്തുകാവ്. കേരളത്തിലെ ഏറ്റവും വലിയ കായൽ വേമ്പനാട്ട് കായൽ. അമ്പലപ്പുഴയുടെ പഴയ പേര് ചെമ്പകശ്ശേരി. നളചരിതം മാട്ടക്കഥ രചിച്ചത് ഉണ്ണായി വാര്യർ. കേരള നെല്ല് ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്ന സ്ഥലം പട്ടാമ്പി. കേരളത്തിൽ റീജിയണൽ റബ്ബർ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് സ്ഥിതി ചെയ്യുന്ന സ്ഥലം കോട്ടയം. ഏത് രാജാവിൻ്റെ കാലത്താണ് പള്ളിവാസൽ പദ്ധതി പ്രവർത്തനക്ഷമമായത്? ഉത്തരം ചിത്തിര തിരുനാൾ. ഏത് നേതാവിൻ്റെ ഉപദേശപ്രകാരമാണ് K. കേളപ്പൻ ഗുരുവായൂരിലെ സത്യാഗ്രഹം അവസാനിപ്പിച്ചത്? ഉത്തരം ഗാന്ധിജി. കുഞ്ഞാലി മരക്കാരെ വധിച്ചത് പോർച്ചുഗീസുകാർ. സൈലന്റ് വാലി ഏത് ജില്ലയിലാണ്? ഉത്തരം പാലക്കാട്. ആത്മവിദ്യാസംഘം സ്ഥാപിച്ചത് വാഗ്ഭടാനന്ദൻ. മനുഷ്യൻ മതങ്ങളെ സൃഷ്ടിച്ചു എന്ന ഗാനം രചിച്ചത് വയലാർ രാമവർമ്മ. കേരളത്തിലേക്ക് വാസ്കോഡഗാമയുടെ രണ്ടാം വരവ് ഏത് വർഷത്തിൽ? ഉത്തരം AD 1502. കേരളവർമ്മ പുലപ്പേടി എന്ന പ്രാചീന ചാരം നിരോധിച്ചത് ഏത് വർഷത്തിൽ? ഉത്തരം AD 1696. തലശ്ശേരിയിൽ ആദ്യത്തെ ഇംഗ്ലീഷ് സ്കൂൾ ഏത് വർഷത്തിൽ? ഉത്തരം AD 1858. തിരുവിതാംകൂർ സ്റ്റേറ്റ് മാനുവൽ രചിച്ചത് V. നാഗമയ്യ. മലയാളത്തിലെ ആദ്യത്തെ ഉപന്യാസ സമാഹാരം ഗദ്യമാലിക. മലയാളത്തിലെ ആദ്യത്തെ ഓഡിയോ നോവൽ ഇതാണെൻ്റെ പേര്. ചട്ടമ്പിസ്വാമികളുടെ ജനനം ഏത് വർഷത്തിൽ? ഉത്തരം AD 1853. കേരള നവോത്ഥാനത്തിൻ്റെ പിതാവ് എന്ന് വിശേഷിപ്പിക്കപ്പെട്ടത് ശ്രീനാരായണ ഗുരു. കേരള ലിങ്കൺ എന്നറിയപ്പെട്ടത് പണ്ഡിറ്റ് കറുപ്പൻ. തിരുവിതാംകൂർ ഈഴവ സഭയുടെ സ്ഥാപകൻ ഡോക്ടർ പൽപ്പു. തിരുവിതാംകൂറിൽ ക്ഷേത്രപ്രവേശന വിളംബരം പുറപ്പെടുവിപ്പിച്ച തീയതി 1936 നവംബർ 12. കൂട്ടുകൃഷി എന്ന നാടകം രചിച്ചത് ഇടശ്ശേരി. മലയാളത്തിലെ ആദ്യത്തെ ചരിത്രാഖ്യായിക മാർത്താണ്ഡവർമ്മ. അവകാശികൾ രചിച്ചത് വിലാസിനി. ഇന്ത്യയിൽ ആദ്യമായി ലോട്ടറി ആരംഭിച്ച സംസ്ഥാനം കേരളം. ഇന്ത്യയിലെ ആദ്യത്തെ യൂറോപ്യൻ കോട്ടൺ നിർമ്മിച്ചതെവിടെ? ഉത്തരം കൊച്ചിയിൽ. ഇടുക്കിയിൽ വൈദ്യുതോൽപാദനം ആരംഭിച്ച വർഷം 1976. ഉമ്മാച്ചു രചിച്ചത് ഉറൂബ്. റാണി ഗൗരി പാർവതി ഭായ് തിരുവിതാംകൂറിൽ പ്രാഥമിക വിദ്യാഭ്യാസം നിർബന്ധമാക്കിയത് ഏത് വർഷത്തിൽ? ഉത്തരം AD 1817. ഉജ്ജ്വല ശബ്ദാഢ്യൻ എന്ന് വിശേഷിപ്പിക്കപ്പെട്ട കവി ഉള്ളൂർ. ഉദയംപേരൂർ സുന്നഹ ദോസ് ഏത് വർഷത്തിൽ? ഉത്തരം AD 1599. AK ഗോപാലന്റെ പട്ടിണി ജാഥയിൽ പങ്കെടുത്ത അനുയായികൾ 32. കേരളത്തിലെ ആദ്യത്തെ സ്പീഡ് പോസ്റ്റ് സെന്റർ എറണാകുളം. കേരളത്തിലെ ആദ്യത്തെ ഹൃദയമാറ്റ ശസ്ത്രക്രിയക്ക് നേതൃത്വം നൽകിയത് ജോസ് ചാക്കോ പെരിയപ്പുറം. കേരളത്തിലെ ആദ്യത്തെ പോസ്റ്റ് ഓഫീസ് എവിടെയാണ്? 1857 പ്രവർത്തനം ആരംഭിച്ചത്? ഉത്തരം ആലപ്പുഴ. അയൽക്കാർ എന്ന നോവൽ രചിച്ചത് കേശവദേവ്. മയൂര സന്ദേശം രചിച്ചത് കേരളവർമ്മ വലിയ കോയി തമ്പുരാൻ. തിരുവിതാംകൂർ കൊച്ചി ഉടമ്പടി ഏത് വർഷത്തിൽ? ഉത്തരം AD 1762. തിരുവിതാംകൂർ സ്റ്റേറ്റ് കോൺഗ്രസ് രൂപവൽകൃതമായ വർഷം 1938. തൃശൂർ പൂരം തുടങ്ങിയത് ശക്തൻ തമ്പുരാൻ. K. കരുണാകരൻ കഴിഞ്ഞാൽ കോൺഗ്രസ് മുഖ്യമന്ത്രിമാരിൽ കാലാവധി തികച്ച മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി. മലയാളത്തിൽ അച്ചടിച്ച ആദ്യത്തെ പുസ്തകം സംക്ഷേപ വേദാർത്ഥം.
അവകാശികൾ എന്ന നോവലിന്റെ പശ്ചാത്തലം ഏത് രാജ്യം? ഉത്തരം മലേഷ്യ. മറക്കുടയ്ക്കുള്ളിലെ മഹാനഗരം രചിച്ചതാര്? ഉത്തരം MRB. മലയാളത്തിലെ ആദ്യത്തെ വിലാപകാവ്യം ഒരു വിലാപം. മലയാളത്തിലെ ആദ്യത്തെ കോളമിസ്റ്റ് DC കിഴക്കേമുറി. ആറന്മുള വള്ളംകളി ഏത് നദിയിലാണ് നടക്കുന്നത്? ഉത്തരം പമ്പ നദി. ഇന്ത്യയുടെ ആകെ വിസ്തീർണത്തിൽ എത്ര ശതമാനമാണ് കേരളം? 1.18. ഇന്ദുലേഖ രചിച്ചത് O ചന്തുമേനോൻ. ഏത് നദിയിലാണ് അരുവിക്കര ഡാം? ഉത്തരം കരമനയാർ. കേരളത്തിൽ ജനവിസ്തൃതി ഏറ്റവും കൂടുതലുള്ള ജില്ല ഇടുക്കി. കേരളത്തിലെ ജില്ലകളിൽ പരുത്തിക്കരിമണ്ണ് കൂടുതൽ കാണപ്പെടുന്ന ജില്ല പാലക്കാട്. ഭദ്രവിലാപം രചിച്ചത് വള്ളത്തോൾ നാരായണ മേനോൻ. ആരുടെ മരണത്തിൽ അനുശോചിച്ചുകൊണ്ടാണ് കുമാരനാശാൻ പ്രരോദനം രചിച്ചത്? ഉത്തരം AR രാജരാജവർമ്മ. ആലപ്പുഴ ജില്ലയിലെ പ്രധാന കായലുകൾ വേമ്പനാടും കായംകുളവും. ഇന്ത്യയിലെ ഏറ്റവും വലിയ മണൽ അണക്കെട്ട് ബാണാസുര സാഗർ. തലശ്ശേരിയിൽ ഇംഗ്ലീഷുകാരുടെ ഫാക്ടറി സ്ഥാപിച്ചത് ഏത് വർഷത്തിൽ? ഉത്തരം AD 1695. തിരുവനന്തപുരം ദൂരദർശൻ കേന്ദ്രം മലയാളം പരിപാടികൾ സംപ്രേഷണം ആരംഭിച്ച വർഷം 1985. തിരുവിതാംകൂർ സർവകലാശാലയുടെ പേര് കേരള സർവകലാശാല എന്ന് മാറ്റിയ വർഷം 1957. മതിലുകൾ എന്ന നോവൽ രചിച്ചത് വൈക്കം മുഹമ്മദ് ബഷീർ. ആദ്യത്തെ മലയാള നോവൽ ഇന്ദുലേഖ. എട്ടുവീട്ടിൽ പിള്ളമാരെ വധിച്ച രാജാവ് മാർത്താണ്ഡവർമ്മ. ഏത് രാജാവിന്റെ കാലത്താണ് തിരുവിതാംകൂറും മദ്രാസ് സംസ്ഥാനവുമായി മുല്ലപ്പെരിയാർ അണക്കെട്ട് സംബന്ധിച്ച കരാറിൽ ഏർപ്പെട്ടത്? ഉത്തരം ശ്രീമൂലം തിരുനാൾ. VT ഭട്ടതിരിപ്പാടിന്റെ പൂർണ്ണനാമം വെള്ളിത്തിരുത്ത് താഴത്തുമനയ്ക്കൽ രാമൻ ഭട്ടതിരിപ്പാട്. വിക്ടർ ഹ്യൂഗോയുടെ പാവങ്ങൾ മലയാളത്തിലേക്ക് തർജ്ജമ ചെയ്തത് നാലപ്പാട്ട് നാരായണ മേനോൻ. കൊച്ചിയിൽ പോർച്ചുഗീസ് കോട്ടയുടെ ശിലാസ്ഥാപനം ഏത് വർഷത്തിൽ? ഉത്തരം AD 1503. കേരളത്തിലെ ആദ്യത്തെ സർവകലാശാല തിരുവിതാംകൂർ സർവകലാശാല. കേരളത്തിലെ ആദ്യത്തെ സാമൂഹിക ക്ഷേമ സംഘടനയായ പൊന്നാനി ഈനത്തിൽ ഇസ്ലാം സഭ സ്ഥാപിതമായത് ഏത് വർഷത്തിൽ? ഉത്തരം AD 1900. ഉറൂബിന്റെ യഥാർത്ഥ പേര് PC കുട്ടിക്കൃഷ്ണൻ. കേരളത്തിൽ സഹ്യന് കുറുകെയുള്ള ഏറ്റവും വലിയ ചുരം പാലക്കാട് ചുരം. കേരളത്തിൽ തേക്ക് മ്യൂസിയം സ്ഥിതി ചെയ്യുന്നത് നിലമ്പൂർ. കേരളത്തിലെ ആദ്യത്തെ ജലവൈദ്യുത പദ്ധതി പള്ളിവാസൽ. മൺസൂൺ കാറ്റുകളുടെ ഗതി കണ്ടുപിടിച്ച് ഹിപ്പാലസ് കേരളത്തിലെത്തിയ വർഷം AD 45. മലയാളത്തിലെ ആദ്യത്തെ ലക്ഷണമൊത്ത നോവലായ O ചന്തുമേനോൻ ഇന്ദുലേഖ പ്രസിദ്ധപ്പെടുത്തിയത് ഏത് വർഷത്തിൽ? ഉത്തരം AD 1889. ആരുടെ കൃതിയാണ് കണ്ണുനീർ തുള്ളി? ഉത്തരം നാലപ്പാട്ട് നാരായണ മേനോൻ. ഹ്യുയാൻ സാങ്ങിന്റെ കേരള സന്ദർശനം ഏത് വർഷത്തിൽ? ഉത്തരം AD 630. ചന്ദ്രഗിരി കോട്ട നിർമ്മിച്ചത് ബിദനൂരിലെ ശിവപ്പ നായക്. ദൈവത്തിന്റെ സ്വന്തം നാട് എന്നത് ഏത് സംസ്ഥാനത്തെ ടൂറിസം വകുപ്പിന്റെ ആപ്തവാക്യമാണ്? ഉത്തരം കേരളം. ഏത് സർവകലാശാലയുടെ ആസ്ഥാനമാണ് തേഞ്ഞിപ്പാലത്ത് സ്ഥിതി ചെയ്യുന്നത്? ഉത്തരം കാലിക്കറ്റ്. കണ്ണൂരിലെ സെന്റ് ആഞ്ചലോസ് കോട്ട നിർമ്മിച്ചത് പോർച്ചുഗീസുകാർ. കൊച്ചി തുറമുഖം രൂപം കൊണ്ട വർഷം 1341. കേരളത്തിലെ ആദ്യത്തെ സർക്കാർ ആശുപത്രി തിരുവനന്തപുരത്ത് പ്രവർത്തനം ആരംഭിച്ചത് ഏത് വർഷത്തിൽ? ഉത്തരം AD 1864. കേരളത്തിലേക്ക് ചെങ്കടലിൽ കൂടിയുള്ള എളുപ്പവഴി കണ്ടുപിടിച്ചത് ഹിപ്പാലസ്. വേലുത്തമ്പിയുടെ കുണ്ടറ വിളംബരം ഏത് വർഷത്തിൽ? ഉത്തരം AD 1809. കേരള ഖിലാഫത്ത് കമ്മിറ്റിയുടെ ആദ്യത്തെ പ്രസിഡന്റ് കുഞ്ഞിക്കോയ തങ്ങൾ. തിരുവിതാംകൂറിൽ റേഡിയോ നിലയം സ്ഥാപിക്കപ്പെട്ട വർഷം 1943. PC കുട്ടിക്കൃഷ്ണന്റെ തൂലികാനാമം ഉറൂബ്. അഗ്നിസാക്ഷി രചിച്ചത് ലളിതാംബിക അന്തർജനം. മലയാളത്തിലെ ആദ്യ കവിത രാമചരിതം പാട്ട്. മാലി എന്ന സാഹിത്യകാരന്റെ യഥാർത്ഥ പേര് മാധവൻ നായർ. അച്ഛന്റെ ഓർമ്മക്കുറിപ്പുകൾ ആരുടെ ആത്മകഥയാണ്? ഉത്തരം ഈശ്വര വാര്യർ. വേണാട്ടിലെ ഏറ്റവും പഴയ രാജാവ് അയ്യനടികൾ തിരുവടികൾ. കേരള ലളിതകലാ അക്കാദമിയുടെ ആസ്ഥാനം തൃശൂർ. തിരുവിതാംകൂറിൽ ഹൈക്കോടതി സ്ഥാപിതമായ വർഷം 1881. തിരുവിതാംകൂറിലെ ആദ്യ വനിതാ നിയമസഭാംഗം മേരി പുന്നലൂക്കോസ്. തിരുവിതാംകൂറിന് ലഭിച്ച ഗാന്ധിജിയുടെ ചിതാഭസ്മത്തിന്റെ ഭാഗം സമുദ്രത്തിൽ നിമജ്ജനം ചെയ്യുന്നതിന് മുമ്പ് സൂക്ഷിച്ചിരുന്ന സ്ഥലം എവിടെയാണ്? ഉത്തരം കന്യാകുമാരി. പ്രവാസികളുടെ ജീവിതം ആസ്പദമാക്കി ബെന്യാമിൻ രചിച്ച കൃതി ആടുജീവിതം. പ്രാവേ പ്രാവേ പോകരുതേ എന്ന കവിത രചിച്ചത് ഉള്ളൂർ. മലയാളത്തിലെ ആദ്യത്തെ മഹാകാവ്യമായ രാമചന്ദ്ര വിലാസം രചിച്ചത്
അഴകത്ത് പത്മനാഭക്കുറുപ്പ്. വാസ്കോഡഗാമയുടെ മരണം ഏത് വർഷത്തിൽ? ഉത്തരം AD 1524. കയ്യൂർ സമരം നടന്ന ജില്ല കാസർഗോഡ്. ജ്ഞാനായി തൊമ്മന്റെ നേതൃത്വത്തിൽ ഒരു സംഘം ക്രിസ്ത്യാനികൾ കേരളത്തിൽ വന്ന വർഷം AD 345. സ്വതന്ത്ര തിരുവിതാംകൂറിലെ രണ്ടാമത്തെ പ്രധാനമന്ത്രി പറവൂർ TK നാരായണപിള്ള. കൊച്ചിൻ സ്റ്റേറ്റ് പ്രജാമണ്ഡലം നിലവിൽ വന്നത് 1941 ജനുവരി 16. കേരളത്തിൽ നിന്ന് ലഭിച്ചിട്ടുള്ള ഏറ്റവും പഴയ ശാസനം വാഴപ്പള്ളി ശാസനം. തിരുവിതാംകൂറിൽ നിന്ന് സ്വദേശാഭിമാനി രാമകൃഷ്ണപിള്ളയെ നാടുകടത്തിയ തീയതി 1910 സെപ്റ്റംബർ 26. ദക്ഷിണ നളന്ദ എന്ന് വിളിക്കപ്പെട്ട പ്രാചീന കേരളത്തിലെ വിദ്യാകേന്ദ്രം കാന്തളൂർ ശാല. ദ്വിഭരണ സമ്പ്രദായം അനുസരിച്ച് 1938 ജൂണിൽ അധികാരമേറ്റ കൊച്ചിയിലെ ആദ്യത്തെ മന്ത്രി അമ്പാട്ട് ശിവരാമ മേനോൻ. പരിണാമം എന്ന നോവലിൽ ഏത് മൃഗമാണ് പ്രധാന കഥാപാത്രം? ഉത്തരം നായ. ബിലാത്തി വിശേഷം എന്ന യാത്രാ വിവരണം രചിച്ചത് KP കേശവമേനോൻ. കേരളത്തിലെ ആദ്യത്തെ സമ്പൂർണ്ണ ജൈവഗ്രാമം ഉടുമ്പന്നൂർ. കേരള ചരിത്രത്തിൽ പറങ്കികൾ എന്നറിയപ്പെടുന്നത് പോർച്ചുഗീസുകാർ. ഭാഷാ ദർപ്പണം എന്ന ഗ്രന്ഥത്തിന്റെ കർത്താവ് ആറ്റൂർ കൃഷ്ണ പിഷാരടി. ഭൂതരായർ രചിച്ചത് അപ്പൻ തമ്പുരാൻ. ഏത് ക്ഷേത്രത്തിലിരുന്നാണ് മേൽപ്പത്തൂർ നാരായണീയം രചിച്ചത്? ഉത്തരം ഗുരുവായൂർ. ഗുരുവായൂർ സത്യാഗ്രഹ കമ്മിറ്റിയുടെ അധ്യക്ഷനായിരുന്നത് മന്നത്ത് പത്മനാഭൻ. കേരള ചരിത്രത്തിൽ ലന്തക്കാർ എന്നറിയപ്പെടുന്നത് ഡച്ചുകാർ. തിരുവിതാംകൂറിലെ ആദ്യത്തെ ദിവാൻ രാജ കേശവദാസ്. പത്തനംതിട്ടയുടെ സാംസ്കാരിക തലസ്ഥാനം ആറന്മുള. PK ബാലകൃഷ്ണന്റെ ഇനി ഞാൻ ഉറങ്ങട്ടെ എന്ന നോവലിലെ പ്രധാന കഥാപാത്രം കർണൻ. പിങ്കല രചിച്ചത് ഉള്ളൂർ. 2 ചൈനയിൽ എന്ന കൃതി രചിച്ചത് KM പണിക്കർ. ഉത്തര സ്വയംവരം ആട്ടക്കഥ എഴുതിയത് ഇരയിമ്മൻ തമ്പി. പൈനാവ് ഏത് ജില്ലയുടെ ആസ്ഥാനമാണ്? ഉത്തരം ഇടുക്കി. കേരളത്തിലെ വന്യജീവി സങ്കേതങ്ങളിൽ മരത്തിന്റെ പേരിൽ അറിയപ്പെടുന്ന ഏക സങ്കേതം ചെന്തുരുണി. കേരളത്തിലെ കിഴക്കോട്ടൊഴുകുന്ന 3 നദികൾ കബനി, ഭവാനി, പാമ്പാർ. മലയാളത്തിലെ ആദ്യത്തെ രാഷ്ട്രീയ നാടകം പാട്ടബാക്കി. മലയാളത്തിലെ ഏറ്റവും ചെറിയ മഹാകാവ്യം കേശവീയം. മുത്തശ്ശി ആരുടെ കൃതിയാണ്? ഉത്തരം ബാലാമണിയമ്മ. ആതിരപ്പള്ളി വെള്ളച്ചാട്ടം ഏത് നദിയിൽ? ഉത്തരം ചാലക്കുടിപ്പുഴ. 2-ാം മൂഴം രചിച്ചത് MT വാസുദേവൻ നായർ. ഇടുക്കി അണക്കെട്ട് ഏത് ജില്ലയിലാണ്? ഏത് നദിയിലാണ്? ഉത്തരം പെരിയാർ. എൻ്റെ ജീവിതകഥ ആരുടെ ആത്മകഥയാണ്? ഉത്തരം AKG. കേരളത്തിൽ ചുണ്ണാമ്പുകല്ല് കാണപ്പെടുന്ന സ്ഥലം വാളയാർ. കേരളത്തിലെ ചിറാപ്പൂഞ്ചി എന്നറിയപ്പെടുന്നത് ലക്കിടി. കേരള ചരിത്രത്തിൽ വെട്ടം യുദ്ധം ഏത് വർഷത്തിൽ? ഉത്തരം AD 1691. ചേർത്തല പ്രദേശത്തിന്റെ പഴയ പേര് കരപ്പുറം. തിരുവിതാംകൂർ ഇംഗ്ലീഷ് മേൽക്കോയ്മ അംഗീകരിച്ചത് ഏത് വർഷത്തിൽ? ഉത്തരം AD 1795. പറങ്കി പടയാളി രചിച്ചത് സർദാർ KM പണിക്കർ. ഭ്രാന്തൻ ചാന്നാൻ ഏത് കൃതിയിലെ കഥാപാത്രമാണ്? ഉത്തരം മാർത്താണ്ഡവർമ്മ. മലയാളത്തിലെ ആദ്യത്തെ സാഹിത്യ മ്യൂസിയം എവിടെ സ്ഥിതി ചെയ്യുന്നു? ഉത്തരം തിരൂർ. കേരള സർവകലാശാല ഡോക്ടറേറ്റ് നൽകി ആദരിച്ച ആദ്യ വ്യക്തി CP രാമസ്വാമി അയ്യർ. കേരളത്തിൽ ആദ്യമായി ഹൃദയം മാറ്റിവെക്കൽ ശസ്ത്രക്രിയ നടത്തിയ സ്ഥാപനം മെഡിക്കൽ ട്രസ്റ്റ്. ഡോക്ടർ ഹെർമൻ ഗുണ്ടർട്ട് അന്തരിച്ചത് ഏത് വർഷത്തിൽ? ഉത്തരം AD 1893. തേക്കടി വന്യജീവി സങ്കേതത്തിന്റെ പഴയ പേര് നെല്ലിക്കാംപെട്ടി. ഡച്ചുകാരുടെ ആദ്യത്തെ കപ്പൽ സമൂഹം കൊച്ചിയിലെത്തിയത് ഏത് വർഷത്തിൽ? ഉത്തരം AD 1604. തിരുവിതാംകൂർ മാർത്താണ്ഡവർമ്മയുടെ സ്ഥാനാരോഹണം ഏത് വർഷത്തിൽ? ഉത്തരം AD 1729. തിരുവിതാംകൂർ ആക്ടിംഗ് ചീഫ് സെക്രട്ടറിയായ മഹാകവി ഉള്ളൂർ. മലയാറ്റൂരിനെ വയലാർ അവാർഡിന് അർഹനാക്കിയ കൃതി യന്ത്രം. മലയാളത്തിൽ ആദ്യമായി ബൈബിൾ പ്രസിദ്ധീകരിച്ചത് എവിടെ നിന്നാണ്? ഉത്തരം കോട്ടയം. മഹിഷ്മതിയിൽ വെച്ച് ശങ്കരാചാര്യർ വാദപ്രതിവാദത്തിൽ തോൽപ്പിച്ച മീമാംസകൻ മണ്ഡന മിശ്രൻ. വാസ്കോഡഗാമയെ ആദ്യം സംസ്കരിച്ച സെന്റ് ഫ്രാൻസിസ് പള്ളി എവിടെയാണ്? ഉത്തരം ഫോർട്ട് കൊച്ചി. കാലിക്കറ്റ് സർവകലാശാലയുടെ ആസ്ഥാനമായ തേഞ്ഞിപ്പാലം ഏത് ജില്ലയിൽ? ഉത്തരം മലപ്പുറം. കുമാരനാശാന്റെ വീണപൂവ് ഏത് പത്രത്തിലാണ് ആദ്യം പ്രസിദ്ധീകരിച്ചത്? ഉത്തരം മിതവാദി. കേരളത്തിലെ ആദ്യകാല വിദ്യാലയങ്ങൾ അറിയപ്പെടുന്നത് കുടിപ്പള്ളിക്കൂടങ്ങൾ. മുരിയാട് തടാകം ഏത് ജില്ലയിൽ? ഉത്തരം കോട്ടയം. കേരളത്തിലെ ആദ്യത്തെ ജോയിന്റ് സ്റ്റോക്ക് കമ്പനി മലയാള മനോരമ. തിരുവിതാംകൂറിലെ ആദ്യത്തെ ദളവ അറുമുഖം പിള്ള. എൻ്റെ സർവീസ് സ്റ്റോറി ആരുടെ ആത്മകഥയാണ്?
ഉത്തരം മലയാറ്റൂർ രാമകൃഷ്ണൻ. ഏറ്റവും കൂടുതൽ പ്രാവശ്യം കേരളം സന്ദർശിച്ച മധ്യകാല അറബി സഞ്ചാരി ഇബ്നു ബത്തൂത്ത. വാസ്കോഡ ഗാമ വൈസ്രോയിയായി കേരളത്തിലെത്തിയ വർഷം AD 1524. കേരളത്തിലെ ആദ്യത്തെ ഡീസൽ വൈദ്യുത നിലയം ബ്രഹ്മപുരം. കേരളത്തിലെ ഉപ്പു സത്യാഗ്രഹത്തിന്റെ പ്രധാന വേദിയായിരുന്നത് പയ്യന്നൂർ. കമ്മ്യൂണിസ്റ്റ് പാർട്ടി കേരളത്തിൽ രൂപവൽകൃതമായ വർഷം 1939. കാലിക്കറ്റ് സർവകലാശാല നിലവിൽ വന്ന വർഷം 1968. കാക്കേ കാക്കേ കൂടെവിടെ എന്ന ഗാനം രചിച്ചത് ഉള്ളൂർ. കിളിപ്പാട്ട് പ്രസ്ഥാനത്തിന്റെ ഉപജ്ഞേതാവ് എഴുത്തച്ഛൻ. കേരള നിയമസഭയിൽ മന്ത്രിസഭാംഗമല്ലാത്ത സഭാ നേതാവായ ഏക വ്യക്തി TK ദിവാകരൻ. നക്ഷത്ര ആമകൾക്ക് പേരുകേട്ട കേരളത്തിലെ വനപ്രദേശം ചിന്നാർ. നല്ലളം താപനിലയം ഏത് ജില്ലയിൽ? ഉത്തരം കോഴിക്കോട്. നിലക്കടല കൃഷിയിൽ മുന്നിട്ട് നിൽക്കുന്ന കേരളത്തിലെ ജില്ല പാലക്കാട്. ആശാമേനോൻ എന്ന തൂലികാനാമത്തിൽ അറിയപ്പെടുന്നത് K ശ്രീകുമാർ. ഇനി ഞാൻ ഉറങ്ങട്ടെ രചിച്ചത് PK ബാലകൃഷ്ണൻ. കേരളത്തിലെ ആദ്യ വനിതാ കോളേജ് തിരുവനന്തപുരത്ത്. കോട്ടയം പട്ടണത്തിന്റെ സ്ഥാപകനായ വടക്കൻ ഡിവിഷന്റെ പോഷ്കാർ ടി രാമറാവു. കോലത്ത് നാടിന്റെ രാജാവായിരുന്നത് കോലത്തിരി. കോഴിക്കോടും പോർച്ചുഗീസുമായുള്ള പൊന്നാനി സന്ധി ഏത് വർഷത്തിൽ? ഉത്തരം AD 1540. മാമാങ്കത്തെക്കുറിച്ച് വിശദമായി പ്രതിപാദിക്കുന്ന കൃതിയാണ് മാമാങ്കം കിളിപ്പാട്ട്. ഇത് രചിച്ചതാര്? ഉത്തരം കാടാഞ്ചേരി നമ്പൂതിരി. മാലിക് ബിൻ ദീനാർ കേരളത്തിൽ പള്ളികൾ പണിത് ഇസ്ലാം മതം സ്ഥാപിച്ച വർഷം AD 644. ആരുടെ നാവികസേനാ മേധാവിയായിരുന്നു കുഞ്ഞാലി മരക്കാർ? ഉത്തരം സാമൂതിരി. ആദ്യമായി അയൽക്കൂട്ടം നടപ്പിലാക്കിയ പഞ്ചായത്ത് കല്യാശ്ശേരി. ആദ്യത്തെ അമ്മത്തൊട്ടിൽ സ്ഥാപിച്ചതെവിടെ? ഉത്തരം തിരുവനന്തപുരം. ഉമ്മാ കേരളത്തിന്റെ കർത്താവ് ഉള്ളൂർ. SNDPയുടെ സ്ഥാപക സെക്രട്ടറി കുമാരനാശാൻ. SNDP യോഗത്തിന്റെ ആസ്ഥാനം കൊല്ലം. MC റോഡിന്റെ പണി തീർന്നത് ഏത് വർഷത്തിൽ? ഉത്തരം AD 1877. MK മേനോന്റെ തൂലികാനാമം വിലാസിനി. ഏറ്റവും കൂടുതൽ ഭാഷകളിലേക്ക് മൊഴിമാറ്റം ചെയ്യപ്പെട്ടിട്ടുള്ള മലയാള നോവൽ ചെമ്മീൻ. വള്ളത്തോൾ രചിച്ച മഹാകാവ്യം ചിത്രയോഗം. കർഷക ബന്ധ ബിൽ ഏത് ഗവൺമെന്റിന്റെ കാലത്തെ പരിഷ്കാരമായിരുന്നു? ഉത്തരം EMS. കീചകവധം രചിച്ചത് ഇരയിമൻ തമ്പി. വെളിച്ചം ദുഃഖമാണുണ്ണി എന്നത് ആരുടെ വരികൾ? ഉത്തരം അക്കിത്തം. ടാഗോറിന്റെ ഗീതാഞ്ജലി അതേ പേരിൽ മലയാളത്തിലേക്ക് തർജ്ജമ ചെയ്തതാര്? ഉത്തരം G ശങ്കരക്കുറുപ്പ്. ചെന്തുരുണി വന്യജീവി സങ്കേതം ഏത് ജില്ലയിൽ? ഉത്തരം കൊല്ലം. വൈക്കം മുഹമ്മദ് ബഷീറിന്റെ ആദ്യ നോവൽ ബാല്യകാലസഖി. തൃപ്പടിദാനം നടത്തിയ തിരുവിതാംകൂർ രാജാവ് മാർത്താണ്ഡവർമ്മ. തൃശൂർ നഗരത്തിന്റെ ശില്പി ശക്തൻ തമ്പുരാൻ. ഋഗ്വേദവും വാൽമീകി രാമായണവും വിവർത്തനം ചെയ്ത മലയാള കവി വള്ളത്തോൾ. NN പിള്ളയുടെ ആത്മകഥ ഞാൻ. SK പൊറ്റക്കാടിന് ജ്ഞാനപീഠം ലഭിച്ച വർഷം 1980. ഏഷ്യയിൽ ആദ്യമായി ഒരു യൂറോപ്യൻ ശക്തി പരാജയപ്പെട്ട യുദ്ധം കുളച്ചൽ യുദ്ധം. OV വിജയന്റെ ഖസാക്കിന്റെ ഇതിഹാസത്തിലെ നായകൻ രവി. വിശ്വദർശനം രചിച്ചത് G ശങ്കരക്കുറുപ്പ്. കേരള സാഹിത്യ അക്കാദമിയുടെ പ്രഥമ സെക്രട്ടറി പാലാ നാരായണൻ നായർ. കേരളത്തിൽ കാണപ്പെടുന്ന ടൈറ്റാനിയം അടങ്ങിയിരിക്കുന്ന ധാതു ഇൽമനൈറ്റ്. കേരളത്തിൽ സമുദ്രനിരപ്പിൽ സ്ഥിതി ചെയ്യുന്ന വന്യജീവി സങ്കേതം മംഗളവനം. കേരളത്തിലെ പക്ഷി സങ്കേതങ്ങൾ തട്ടേക്കാട്, മംഗളവനം. മഹാകാവ്യം എഴുതാതെ മഹാകവി പദവി നേടിയത് കുമാരനാശാൻ. മാർത്താണ്ഡവർമ്മ എന്ന നോവൽ എഴുതിയത് CV രാമൻപിള്ള. ആരുടെ ആത്മകഥയാണ് ജീവിത സമരം? ഉത്തരം C കേശവൻ. വാസ്കോഡ ഗാമ ഇന്ത്യയിലേക്ക് പുറപ്പെട്ട പോർച്ചുഗൽ തുറമുഖം ബേലം. കാലിക്കറ്റ് സർവകലാശാലയുടെ ആസ്ഥാനം തേഞ്ഞിപ്പാലം. KSRTC നിലവിൽ വന്ന വർഷം 1965. ആരുടെ ആത്മകഥയിൽ മനംനൊന്താണ് ചങ്ങമ്പുഴ രമണൻ രചിച്ചത്? ഉത്തരം ഇടപ്പള്ളി രാഘവൻ പിള്ള. ഇന്ത്യയിലെ ആദ്യത്തെ വിശപ്പ് രഹിത നഗരം കോഴിക്കോട്. രമണൻ രചിച്ചത് ചങ്ങമ്പുഴ. രാമചരിത മാനസം മലയാളത്തിൽ വിവർത്തനം ചെയ്തത് വെണ്ണിക്കുളം ഗോപാലക്കുറുപ്പ്. ഉല്ലേഖ ഗായകൻ എന്നറിയപ്പെട്ട മലയാള കവി ഉള്ളൂർ. ഏത് ഉടമ്പടി പ്രകാരമാണ് ബ്രിട്ടീഷുകാർക്ക് ടിപ്പുവിൽ നിന്ന് മലബാർ ലഭിച്ചത്? ഉത്തരം ശ്രീരംഗപട്ടണം ഉടമ്പടി. ഏത് വില്ലേജ് എറണാകുളം ജില്ലയോട് ചേർത്തപ്പോഴാണ് ഏറ്റവും വലിയ ജില്ല എന്ന ബഹുമതി ഇടുക്കി ജില്ലയ്ക്ക് നഷ്ടമായത്? ഉത്തരം കുട്ടമ്പുഴ. ഏത് സ്ഥലത്തിന്റെ പഴയ പേരാണ് വെങ്കടക്കോട്ട? ഉത്തരം കോട്ടയ്ക്കൽ. വാഴപ്പള്ളി ശാസനം പുറപ്പെടുവിപ്പിച്ച ഭരണാധികാരി രാജശേഖര വർമ്മ. ഏറ്റവും പഴക്കമുള്ള തിരുവിതാംകൂർ നാണയം
കലിയുഗരായൻ പണം. ഏതെല്ലാം ഭാഷകൾ ചേർന്നാണ് മണിപ്രവാളം? മലയാളവും സംസ്കൃതവും. ഏത് വർഷമാണ് കേരളത്തിൽ ടെക്നോ പാർക്ക് ആരംഭിച്ചത്? ഉത്തരം 1990. പിണറായി വിജയൻ കേരള മുഖ്യമന്ത്രിയായ വർഷം 2016. വാസ്കോഡ ഗാമ കപ്പലിറങ്ങിയ സ്ഥലം കാപ്പാട്. ഓടയിൽ നിന്ന് എന്ന നോവൽ രചിച്ചത് കേശവദേവ്. കേരളത്തിലെ ആദ്യത്തെ സ്പോർട്സ് സ്കൂൾ എവിടെയാണ് സ്ഥാപിച്ചത്? ഉത്തരം തിരുവനന്തപുരം. കേരളത്തിലെ ഏറ്റവും വലിയ ശുദ്ധജല തടാകം ശാസ്താംകോട്ട. കേരളത്തിലെ ഏറ്റവും വലിയ കോട്ട ബേക്കൽ കോട്ട. മകരക്കൊയ്ത്ത് രചിച്ചത് വൈലോപ്പിള്ളി. മഹാഭാരതത്തിലെ ഭീമന്റെ വിചാരങ്ങൾ അവതരിപ്പിക്കുന്ന MTയുടെ കൃതി രണ്ടാം ഊഴം. മുൻപേ പറക്കുന്ന പക്ഷികൾ രചിച്ചത് C രാധാകൃഷ്ണൻ. ഓണാഘോഷത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്ന തമിഴ് കൃതി മധുരൈ കാഞ്ചി. കുലശേഖര ആഴ്വാരുടെ ഭരണകാലഘട്ടം AD 768 മുതൽ 834 വരെ. കേരളത്തിലെ ആദ്യത്തെ ലേബർ ബാങ്ക് അകത്തെ തറ. വാഗൺ ട്രാജഡി നടന്ന വർഷം 1921. ചെറിയ മക്ക എന്നറിയപ്പെടുന്ന കേരളത്തിലെ സ്ഥലം പൊന്നാനി. കേരളത്തിൽ ഏറ്റവും കൂടുതൽ മലനാട് പ്രദേശമുള്ള ജില്ല ഇടുക്കി. അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്ക് രചിച്ചത് VT ഭട്ടതിരിപ്പാട്. ആദ്യമായി മലയാളം അച്ചടിച്ചത് ഏത് രാജ്യത്ത്? ഉത്തരം ഹോളണ്ട്. ഇപ്പോഴത്തെ കേരള സെക്രട്ടേറിയറ്റ് മന്ദിരം പണികഴിപ്പിച്ച രാജാവ് ആയില്യം തിരുനാൾ. കേരള ചരിത്രത്തിലെ ഏക മുസ്ലിം രാജവംശം അറയ്ക്കൽ. കേരളത്തിലെ 1-ാം നിയമസഭയിലേക്കുള്ള തെരഞ്ഞെടുപ്പിൽ ഏറ്റവും കൂടുതൽ ശതമാനം വോട്ട് നേടിയ പാർട്ടി കോൺഗ്രസ്. കേരളത്തിലെ ആദ്യ സാങ്കേതിക സർവകലാശാല കൊച്ചിൻ സർവകലാശാല. കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ 1-ാം സംസ്ഥാന സമ്മേളനം നടന്ന സ്ഥലം കോഴിക്കോട്. തിരുവിതാംകൂർ സൈന്യം ഡച്ചുകാരെ തോൽപ്പിച്ച യുദ്ധം കുളച്ചൽ യുദ്ധം. തിരുവിതാംകൂറിൽ സ്വാതി തിരുനാളിന്റെ സിംഹാസനാരോഹണം ഏത് വർഷത്തിൽ? ഉത്തരം AD 1829. ആനക്കൂടിന് പ്രസിദ്ധമായ സ്ഥലം കോന്നി. ഇന്ത്യയിൽ അച്ചടിച്ച ആദ്യത്തെ മലയാള ഗ്രന്ഥം 4 സുവിശേഷങ്ങൾ. ഇരവികുളം നാഷണൽ പാർക്ക് ഏത് ജില്ലയിലാണ്? ഉത്തരം ഇടുക്കി. വിട എന്ന കൃതി രചിച്ചത് വൈലോപ്പിള്ളി. ശങ്കരാചാര്യർ പ്രചരിപ്പിച്ച തത്വം അദ്വൈതം. കയ്യൂർ സമരം നടന്ന വർഷം 1941. കുഞ്ചൻ നമ്പ്യാർ ജനിച്ച സ്ഥലം കിള്ളിക്കുറിശി മംഗലം. കുന്തലത എഴുതപ്പെട്ട വർഷം 1887. ഇടമലയാർ പദ്ധതി ഏത് ജില്ലയിലാണ്? ഉത്തരം എറണാകുളം. ഇടുക്കി പദ്ധതിയുടെ സ്ഥാപിത ശേഷി 780 മെഗാവാട്ട്. ലാ മറാബ്ല എന്ന ഫ്രഞ്ച് നോവൽ മലയാളത്തിലേക്ക് വിവർത്തനം ചെയ്തത് നാലപ്പാട്ട് നാരായണ മേനോൻ. കേരളത്തിൽ ഏത് ഭൂപ്രദേശത്തിലാണ് ഏറ്റവും കൂടുതൽ ജനസാന്ദ്രതയുള്ളത്? ഉത്തരം തീരപ്രദേശം. കേരളത്തിൽ സ്വർണ്ണ നിക്ഷേപം കൂടുതലുള്ള സ്ഥലം നിലമ്പൂർ. കേരളത്തിൽ ഹിന്ദുസ്ഥാൻ ന്യൂസ് പ്രിന്റ് ഫാക്ടറി സ്ഥിതി ചെയ്യുന്നത് വെള്ളൂർ. കേരളത്തിൽ ഹിന്ദുസ്ഥാൻ ലാക്ടസ് ഫാക്ടറി എവിടെ സ്ഥിതി ചെയ്യുന്നു? ഉത്തരം തിരുവനന്തപുരം. കേരളത്തിൽ വെളുത്തുള്ളി ഉൽപ്പാദിപ്പിക്കുന്ന ഏക ജില്ല ഇടുക്കി. തെരഞ്ഞെടുപ്പ് കേസിൽ ഇന്ത്യയിൽ ആദ്യമായി ജയമുണ്ടായത് TA രാമചന്ദ്രയ്യർക്ക്. കുന്നല കോനാതിരി എന്ന സ്ഥാനപ്പേര് സ്വീകരിച്ചിരുന്ന രാജാവ് കോഴിക്കോട് രാജാവ്. കുമാരനാശാൻ ബോട്ടപകടത്തിൽ മരിച്ച സ്ഥലം കുമാരകോടി. കുഞ്ഞാലിമരക്കാർ ആരുടെ നാവികസേനാ തലവനായിരുന്നു? ഉത്തരം സാമൂതിരി. കടവല്ലൂർ അന്യോന്യം ഏത് വിഭാഗവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഉത്തരം നമ്പൂതിരിമാർ. സാമൂതിരി സദസ്സിലെ സാഹിത്യ പ്രതിഭകളായ 18 കവികളിൽ അരക്കവി ആര്? ഉത്തരം പൂനം നമ്പൂതിരി. സാമൂതിരിമാർ രേവതി പട്ടത്താനം നടത്തിയിരുന്ന സ്ഥലം കോഴിക്കോട് തളിക്ഷേത്രം. കൊല്ലവർഷം ആരംഭിച്ചത് AD 8258. വൈക്കം സത്യാഗ്രഹ സമയത്ത് നാഗർകോവിലിൽ നിന്നും തിരുവനന്തപുരത്തേക്ക് സവർണജാഥ നയിച്ചത് ഡോക്ടർ ME നായിഡു. പോർച്ചുഗീസുകാർ ചാലിയത്ത് കോട്ട നിർമ്മിച്ചത് ഏത് വർഷത്തിൽ? ഉത്തരം AD 1531. വേലുത്തമ്പി ദളവ ആത്മഹത്യ ചെയ്ത സ്ഥലം മണ്ണടി. കേരളത്തിലെ ആദ്യത്തെ വിദ്യാഭ്യാസ മന്ത്രി ജോസഫ് മുണ്ടശ്ശേരി. കേരളത്തിലെ ആദ്യത്തെ കമ്മ്യൂണിസ്റ്റ് ഗ്രൂപ്പ് കമ്മ്യൂണിസ്റ്റ് ലീഗ്. ആരുടെ ആദ്യ കൃതിയാണ് ഗജേന്ദ്രമോക്ഷം വഞ്ചിപ്പാട്ട്? ഉത്തരം ശ്രീനാരായണ ഗുരു. ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ ഉൾനാടൻ ജലപാതകളുള്ള സംസ്ഥാനം കേരളം. O ചന്തുമേനോന്റെ പൂർത്തിയാകാത്ത നോവൽ ശാരദ. ഒമർ ഖയ്യാമിന്റെ റുബായിയാത്ത് വിലാസലഹരി എന്ന പേരിൽ മലയാളത്തിലേക്ക് പരിഭാഷപ്പെടുത്തിയത് G ശങ്കരക്കുറുപ്പ്. കർണഭൂഷണം രചിച്ചത് ഉള്ളൂർ. തിരുവനന്തപുരത്ത് വാനനിരീക്ഷണശാല ആരംഭിച്ച രാജാവ് സ്വാതി തിരുനാൾ. തിരുവിതാംകൂർ ചരിത്രവുമായി ബന്ധപ്പെട്ട് അമ്മച്ചിപ്ലാവിന്റെ അവശിഷ്ടങ്ങൾ എവിടെയാണ് കാണാൻ കഴിയുന്നത്? ഉത്തരം നെയ്യാറ്റിൻകര.
തിരുവിതാംകൂറിൽ ലെജിസ്ലേറ്റീവ് കൗൺസിൽ വന്നത് ഏത് വർഷത്തിൽ? ഉത്തരം AD 1888. ഏത് രാജാവിന്റെ കാലത്താണ് തിരുവിതാംകൂറിന്റെ തലസ്ഥാനം പത്മനാഭപുരത്ത് നിന്നും തിരുവനന്തപുരത്തേക്ക് മാറ്റിയത്? ഉത്തരം ധർമ്മരാജാവ്. തിരുവിതാംകൂറും ഡച്ചുകാരുമായി മാവേലിക്കര ഉടമ്പടി ഏത് വർഷത്തിൽ? ഉത്തരം AD 1753. മലബാർ സിമന്റ് ഫാക്ടറി എവിടെയാണ്? ഉത്തരം വാളയാർ. കോട്ടയത്ത് CMS പ്രസ് സ്ഥാപിതമായത് ഏത് വർഷത്തിൽ? 1821. ഇവിടമാണ് ആധ്യാത്മ വിദ്യാലയം എന്ന് പാടിയത് കുമാരനാശാൻ. മലബാർ സിമന്റ് ഫാക്ടറി എവിടെയാണ്? ഉത്തരം വാളയാർ. രാമരാജ ബഹദൂർ രചിച്ചത് CV രാമൻ പിള്ള. വാഗൺ ട്രാജഡി ഏത് കലാപവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഉത്തരം മലബാർ കലാപം. വിക്രമാദിത്യ വരഗുണന്റെ പാലിയം ശാസനം ഏത് വർഷത്തിൽ? ഉത്തരം AD 988. വിക്രമാദിത്യ വരഗുണന്റെ ശാസനത്തിന്റെ പേരെന്ത്? ഉത്തരം പാലിയം ശാസനം. ആധുനിക തിരുവിതാംകൂറിന്റെ ശില്പി മാർത്താണ്ഡവർമ്മ. മുല്ലപ്പെരിയാർ കേരളത്തിലെ ഏത് ജില്ലയിലാണ്? ഉത്തരം ഇടുക്കി. ഇന്ത്യയിൽ പോർച്ചുഗീസുകാർ നിർമ്മിച്ച ആദ്യ പള്ളി സെന്റ് ഫ്രാൻസിസ് പള്ളി. ഇന്ത്യയിലെ ആദ്യത്തെ ടീ മ്യൂസിയം മൂന്നാർ കേരള ടീ മ്യൂസിയം. കണ്ണീരും കിനാവും ആരുടെ ആത്മകഥയാണ്? ഉത്തരം VT ഭട്ടതിരിപ്പാട്. കുമാരനാശാന്റെ ആദ്യത്തെ പ്രശസ്തമായ കൃതി വീണപൂവ്. കബ്രാളിന്റെ കൊച്ചി സന്ദർശനം ഏത് വർഷത്തിൽ? ഉത്തരം AD 1500. ശക്തൻ തമ്പുരാൻ അന്തരിച്ചത് ഏത് വർഷത്തിൽ? ഉത്തരം AD 1805. ഹോർത്തൂസ് മലബാറിക്കസ് എവിടെ നിന്നുമാണ് ആദ്യമായി അച്ചടിച്ചത്? ഉത്തരം ആംസ്റ്റർഡാം. യക്ഷി എന്ന നോവൽ രചിച്ചത് മലയാറ്റൂർ രാമകൃഷ്ണൻ. മായന്നൂർ പാലം കേരളത്തിലെ ഏതെല്ലാം ജില്ലകളെ തമ്മിലാണ് ബന്ധിപ്പിക്കുന്നത്? ഉത്തരം തൃശൂറും പാലക്കാടും. മൂന്നാറിൽ സംഗമിക്കുന്ന നദികൾ മുതിരപ്പുഴ, നല്ലതണ്ണി, കുണ്ടള. കയർ എന്ന നോവൽ രചിച്ചത് തകഴി. കശുവണ്ടി ഇന്ത്യയിൽ കൊണ്ടുവന്നത് പോർച്ചുഗീസുകാർ. ശക്തൻ തമ്പുരാൻ കൊച്ചിയിൽ രാജാവായത് ഏത് വർഷത്തിൽ? ഉത്തരം AD 1790. കാർത്തിക തിരുനാൾ തിരുവിതാംകൂറിൽ അധികാരത്തിൽ വന്നത് ഏത് വർഷത്തിൽ? ഉത്തരം AD 1758. സന്താന ഗോപാലം രചിച്ച ഭക്തകവി പൂന്താനം. കേരള സംസ്ഥാനത്ത് ആദ്യ തെരഞ്ഞെടുപ്പ് നടന്ന വർഷം 1957. കേരളീയ മാതൃകയിൽ യൂറോപ്യന്മാർ ഇന്ത്യയിൽ നിർമ്മിച്ച ആദ്യത്തെ മന്ദിരം മട്ടാഞ്ചേരി കൊട്ടാരം. കോഴിക്കോട് നഗരം സ്ഥാപിച്ചത് ഏത് വർഷത്തിൽ? ഉത്തരം AD 1295. സാഹിത്യ മഞ്ജരിയുടെ കർത്താവ് വള്ളത്തോൾ നാരായണ മേനോൻ. ഗുരുസാഗരം രചിച്ചത് OV വിജയൻ. വെളിച്ചം ദുഃഖമാണുണ്ണി എന്നത് ഏത് കൃതിയിലെ വരികൾ? ഉത്തരം 20-ാം നൂറ്റാണ്ടിലെ ഇതിഹാസം. കേരള തുളസീദാസൻ എന്നറിയപ്പെടുന്നത് വെണ്ണിക്കുളം ഗോപാലക്കുറുപ്പ്. കേരളത്തിൽ ഏറ്റവും കൂടുതൽ തേയില ഉൽപ്പാദിപ്പിക്കുന്ന ജില്ല ഇടുക്കി. കേരളത്തിൽ ഏറ്റവും കൂടുതലായി കാണപ്പെടുന്ന പക്ഷി കാക്ക. കേരളത്തിലെ നദികളിൽ ഏറ്റവും ചെറുത് മഞ്ചേശ്വരം. കേരളത്തിലെ ആദ്യമായി മലബാർ എന്ന് വിളിച്ചത് അൽബരൂനി. കേരളം വളരുന്നു രചിച്ചത് പാലാ നാരായണൻ നായർ. കേരള തീരത്തെ കരിമണലിൽ കാണപ്പെടുന്ന അണുശക്തി പ്രാധാന്യമുള്ള മൂലകം തോറിയം. ജ്ഞാനപീഠം നേടിയ ആദ്യത്തെ മലയാള നോവൽ ഒരു ദേശത്തിന്റെ കഥ. മഹാകവി ഉള്ളൂർ ജനിച്ച വർഷം 1877. മഹാത്മാഗാന്ധി ആദ്യമായി കേരളത്തിൽ വന്നിറങ്ങിയ സ്ഥലം കോഴിക്കോട്. ആരുടെ ആത്മകഥയാണ് ഓർമ്മയുടെ ഓളങ്ങളിൽ? ഉത്തരം G ശങ്കരക്കുറുപ്പ്. ആദ്യത്തെ അഖില കേരള കോൺഗ്രസ് സമ്മേളനത്തിന് വേദിയായത് ഒറ്റപ്പാലം. ഇന്ത്യയിലെ ആദ്യത്തെ സംസ്ഥാന മലിനീകരണ നിയന്ത്രണ ബോർഡ് എവിടെയാണ് സ്ഥാപിക്കപ്പെട്ടത്? ഉത്തരം കേരളം. വാസ്കോഡഗാമ കോഴിക്കോടെത്തിയ കപ്പൽ സാവോ ഗബ്രിയേൽ. കട്ടക്കയം എന്ന തൂലികാ നാമത്തിൽ അറിയപ്പെടുന്നത് ചെറിയാൻ മാപ്പിള. കരുണ രചിച്ചത് കുമാരനാശാൻ. കലാകാരന്മാരിൽ രാജാവും രാജാക്കന്മാരിൽ കലാകാരനും എന്നറിയപ്പെട്ടത് സ്വാതി തിരുനാൾ. കാച്ചിക്കുറുക്കിയെടുത്ത കവിത എന്ന് വിളിക്കുന്നത് ആരുടെ രചനയാണ്? ഉത്തരം വൈലോപ്പിള്ളി. കുറിച്യരുടെ ലഹള ഏത് വർഷത്തിൽ? ഉത്തരം AD 1812. കൂനൻ കുരിശ് സത്യം ഏത് വർഷത്തിൽ? ഉത്തരം AD 1653. സാമൂതിരിയുടെ മന്ത്രി അറിയപ്പെട്ടിരുന്ന പേര് മാങ്ങാട്ടച്ചൻ. ഗാന്ധിജിയുടെ ഉപദേശം അനുസരിച്ച് ഗുരുവായൂർ സത്യാഗ്രഹ കാലത്ത് നിരാഹാരം അവസാനിപ്പിച്ച നേതാവ് K കേളപ്പൻ. ഗുരുവായൂർ സത്യാഗ്രഹത്തിന്റെ വോളണ്ടിയർ ക്യാപ്റ്റൻ AK ഗോപാലൻ. ലോകത്തിലെ ആദ്യത്തെ തേക്കുംതോട്ടം ബ്രിട്ടീഷുകാർ ആരംഭിച്ച സ്ഥലം നിലമ്പൂർ. വേണാട്ടിലെ യുവരാജാവ് അറിയപ്പെടുന്ന പേര് തൃപ്പാപ്പൂർ മൂപ്പൻ. കേരള സാഹിത്യ അക്കാദമിയുടെ ആദ്യത്തെ ഫെലോ KP കേശവമേനോൻ. കേരളത്തിലെ ആദ്യ ബ്രിട്ടീഷ് വിരുദ്ധ കലാപം ആറ്റിങ്ങൽ കലാപം. ഹോർത്തൂസ് മലബാറിക്കസ് എന്ന ഗ്രന്ഥത്തിന്റെ പ്രധാനമായും പ്രതിപാദിച്ചിരിക്കുന്നത് കേരളത്തിലെ സസ്യങ്ങളെപ്പറ്റി.
ഡച്ചുകാരുടെ കപ്പൽ സമൂഹം ആദ്യമായി കേരളത്തിൽ വന്ന വർഷം 1604. തങ്കശ്ശേരി ലൈറ്റ് ഹൗസ് നിർമ്മിക്കപ്പെട്ട വർഷം 1902. തരിസാപ്പള്ളി ശാസനം പുറപ്പെടുവിപ്പിച്ചത് അയ്യനടികൾ തിരുവടികൾ. തിരുവനന്തപുരത്ത് നക്ഷത്ര ബംഗ്ലാവ് ആരംഭിച്ച രാജാവ് സ്വാതി തിരുനാൾ. തിരുവിതാംകൂറിൽ സെക്രട്ടേറിയറ്റ് സമ്പ്രദായം ആവിഷ്കരിച്ച ബ്രിട്ടീഷ് റെസിഡന്റ് കേണൽ മൺറോ. ചേരന്മാർ മൂഷക രാജ്യം കീഴടക്കിയ വർഷം AD 880. മലബാറിൽ ആദ്യത്തെ കർഷക സംഘം രൂപം കൊണ്ട വർഷം 1937. മലമ്പുഴ അണക്കെട്ട് ഏത് ജില്ലയിലാണ്? ഉത്തരം പാലക്കാട്. മലയാറ്റൂർ ഏത് ജില്ലയിലാണ്? ഉത്തരം എറണാകുളം. മുളങ്കാടുകൾക്ക് പ്രസിദ്ധമായ മലപ്പുറം ജില്ലയിലെ സ്ഥലം നിലമ്പൂർ. മൂന്നാർ ഏത് ജില്ലയിലാണ്? ഉത്തരം ഇടുക്കി. കുമാരനാശാനെ മഹാകാവ്യത്തിലേക്കുയർത്തിയ ഖണ്ഡകാവ്യം വീണപൂവ്. ഗാന്ധിജിയും ഗോഡ്സെയും എന്ന കവിത എഴുതിയത് NV കൃഷ്ണവാര്യർ. CN ശ്രീകണ്ഠൻ നായരുടെ നാടകത്രയം സാകേതം, ലങ്കാലക്ഷ്മി, കാഞ്ചനസീത. KP കേശവമേനോന്റെ ബിലാത്തി വിശേഷം എന്ന യാത്രാവിവരണത്തിൽ ഏത് രാജ്യത്തെക്കുറിച്ചാണ് വിവരിക്കുന്നത്? ഉത്തരം ബ്രിട്ടൻ. ക്ഷേത്രങ്ങളുടെ ഉടമസ്ഥതയിലുണ്ടായിരുന്ന ഭൂമിയുടെ പേര് ദേവസ്വം. കേരള സർക്കാരിന്റെ ആദ്യത്തെ പ്രവാസി സാഹിത്യ അവാർഡിന് അർഹനായത് MM മുഹമ്മദ്. കേരള സാഹിത്യ ചരിത്രം രചിച്ചത് ഉള്ളൂർ. കേരളത്തിൽ ഏറ്റവും കൂടുതൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന സുഗന്ധവ്യഞ്ജനം കുരുമുളക്. കേരളത്തിൽ ഏറ്റവും കൂടുതൽ സ്ഥലത്ത് കൃഷി ചെയ്യപ്പെടുന്ന ധാന്യവിള നെല്ല്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ചുക്ക് ഉൽപ്പാദിപ്പിക്കുന്ന സംസ്ഥാനം കേരളം. ഇന്ത്യയിൽ സമഗ്ര ജലനയത്തിന് രൂപം നൽകിയ ആദ്യ സംസ്ഥാനം കേരളം. കറുത്തമ്മ എന്ന കഥാപാത്രം ആരുടെ സൃഷ്ടിയാണ്? ഉത്തരം തകഴി ശിവശങ്കരപിള്ള. കവിയുടെ കാൽപ്പാടുകൾ ആരുടെ ആത്മകഥയാണ്? ഉത്തരം P കുഞ്ഞിരാമൻ നായർ. കാളിദാസന്റെ മേഘദൂതം മേഘഛായ എന്ന പേരിൽ മലയാളത്തിലേക്ക് മൊഴിമാറ്റം നടത്തിയത് G ശങ്കരക്കുറുപ്പ്. കുന്തലത രചിച്ചത് അപ്പു നെടുങ്ങാടി. കേരളത്തിലെ മയ്യഴി ഏത് വിദേശ കമ്പനിയുടെ അധിനിവേശ പ്രദേശമായിരുന്നു? ഉത്തരം ഫ്രഞ്ച്. കേരളത്തിലെ ആദ്യ മുഖ്യമന്ത്രി EMS. കേരളത്തിലെ ഏറ്റവും ചൂട് കൂടിയ സ്ഥലം പുനലൂർ. അറബിക്കടലിന്റെ റാണി എന്നറിയപ്പെടുന്നത് കൊച്ചി. കേരളത്തിൽ ആദ്യമായി ടെലിഫോൺ സ്ഥാപിച്ചത് തിരുവിതാംകൂർ കൊട്ടാരത്തിൽ. കേരളത്തിലെ 13ാമത്തെ ജില്ല പത്തനംതിട്ട. ചിന്താവിഷ്ടയായ സീത ആരുടെ കൃതിയാണ്? ഉത്തരം കുമാരനാശാൻ. സുരി നമ്പൂതിരിപ്പാട് ഏത് കൃതിയിലാണ്? ഉത്തരം ഇന്ദുലേഖ. സൂര്യകാന്തി രചിച്ചത് G ശങ്കരക്കുറുപ്പ്. സഞ്ജയൻ എന്ന തൂലികാനാമത്തിൽ അറിയപ്പെട്ടത് M രാമുണ്ണി നായർ. ഗദ്യവും പദ്യവും ഇടകലർത്തിയുള്ള സാഹിത്യരൂപം ചമ്പു. ജവഹർലാൽ നെഹ്റുവിന്റെ ആത്മകഥ മലയാളത്തിലേക്ക് പരിഭാഷപ്പെടുത്തിയത് CH കുഞ്ഞപ്പ. കൊച്ചിൻ സ്റ്റേറ്റ് കോൺഗ്രസിന്റെ സ്ഥാപകൻ TK നായർ. ചെമ്പൻ കുഞ്ഞ് ഏത് നോവലിലെ കഥാപാത്രമാണ്? ഉത്തരം ചെമ്മീൻ. മേൽപ്പത്തൂർ നാരായണ ഭട്ടതിരിയുടെ കാലഘട്ടം എപ്പോൾ? ഉത്തരം AD 1559 മുതൽ 1620 വരെ. ലോകത്തിലെ ഏറ്റവും പഴക്കമുള്ള കറുവത്തോട്ടം അഞ്ചരക്കണ്ടി. കേരള സർവകലാശാലയിൽ നിന്ന് സംഗീതത്തിൽ ആദ്യമായി ഡോക്ടറേറ്റ് നേടിയത് CK രേവമ്മ. കേരള സാഹിത്യ അക്കാദമി സ്ഥാപിതമായ വർഷം 1956. ഹരിനാമ കീർത്തനം രചിച്ചത് എഴുത്തച്ഛൻ. G എന്നറിയപ്പെട്ടത് G ശങ്കരക്കുറുപ്പ്. പൊന്നി എന്ന നോവൽ രചിച്ചത് മലയാറ്റൂർ രാമകൃഷ്ണൻ. കേരളത്തിലെ ഏറ്റവും തെക്കേ അറ്റത്തെ ബ്ലോക്ക് പഞ്ചായത്ത് പാറശാല. കേരളത്തിലെ ജില്ലകളിൽ ഏറ്റവും കൂടുതൽ ഇരുമ്പ് നിക്ഷേപമുള്ളത് കോഴിക്കോട്. കേരളവും തമിഴ്നാടുമായി തർക്കം നിലനിൽക്കുന്നത് ഏത് ഡാമിനെ ചൊല്ലിയാണ്? ഉത്തരം മുല്ലപ്പെരിയാർ. കേരളം സമ്പൂർണ്ണ സാക്ഷരത നേടിയപ്പോൾ മുഖ്യമന്ത്രി EK നായനാർ. കേശവന്റെ വിലാപങ്ങൾ രചിച്ചത് M മുകുന്ദൻ. ഡച്ച് കൊച്ചിയുടെ പതനം ഏത് വർഷത്തിൽ? ഉത്തരം AD 1795. ജ്ഞാനപ്പാന രചിച്ചത് പൂന്താനം. തിരുവനന്തപുരത്ത് ചാലക്കമ്പോളം സ്ഥാപിച്ച തിരുവിതാംകൂർ ദിവാൻ രാജാ കേശവദാസ്. കൈരളിയുടെ കഥ രചിച്ചത് N കൃഷ്ണപിള്ള. ലോകമേ തറവാട് തനിക്ക് ചെടികളും പുൽകളും പുഴുക്കളും കൂടി തൻ കുടുംബക്കാർ എന്ന് പാടിയത് വള്ളത്തോൾ. കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് നേടിയ ആദ്യത്തെ മലയാള നോവൽ ചെമ്മീൻ. കേരള ഇബ്സൻ എന്നറിയപ്പെട്ടത് N കൃഷ്ണപിള്ള. വയനാട്ടിലെ എടക്കൽ ഗുഹകളെക്കുറിച്ച് ആദ്യമായി ആധികാരിക പഠനം നടത്തിയത് ഫാസറ്റ്. ഒരു തീർത്ഥാടനം എന്ന ഗാന്ധിജി വിശേഷിപ്പിച്ച അദ്ദേഹത്തിന്റെ അവസാനത്തെ കേരള യാത്ര ഏത് വർഷമായിരുന്നു? ഉത്തരം 1937. കുലശേഖരന്മാരുടെ ആസ്ഥാനമായിരുന്നത് മഹോദയപുരം. സാധുജന പരിപാലന സംഘം സ്ഥാപിച്ചത് അയ്യങ്കാളി. കേരള കാളിദാസൻ എന്നറിയപ്പെട്ടത് കേരളവർമ്മ വലിയ കോയി തമ്പുരാൻ. കേരള സാഹിത്യ അക്കാദമിയുടെ പ്രഥമ ഉപാധ്യക്ഷൻ വള്ളത്തോൾ നാരായണ മേനോൻ. കേരളത്തിൽ വരയാടുകൾക്ക് പ്രസിദ്ധമായ ദേശീയോദ്യാനം ഇരവിക്കുളം. കേരളത്തിൽ ആദ്യമായി മൊബൈൽ കോടതികൾ നിലവിൽ വന്നത് തിരുവനന്തപുരം.
കേരളത്തിലെ കാശ്മീർ, ദക്ഷിണേന്ത്യയിലെ കാശ്മീർ എന്നീ പേരുകളിൽ അറിയപ്പെടുന്ന സ്ഥലം മൂന്നാർ. കേരള വ്യാസൻ എന്നറിയപ്പെട്ടത് കൊടുങ്ങല്ലൂർ കുഞ്ഞിക്കുട്ടൻ തമ്പുരാൻ. ഷോളയാർ അണക്കെട്ട് ഏത് നദിയിലാണ്? ഉത്തരം ചാലക്കുടി പുഴ. തോറ്റങ്ങൾ എഴുതിയത് കോവിലൻ. വർക്കല കനാലിന്റെ നിർമ്മാണം ഏത് വർഷത്തിൽ? ഉത്തരം AD 1867. ഒറ്റപ്പാലം സമ്മേളനത്തിൽ അധ്യക്ഷത വഹിച്ചത് ടി പ്രകാശം. സാക്ഷരത ഏറ്റവും കുറഞ്ഞ കേരളത്തിലെ ജില്ല പാലക്കാട്. സാമൂതിരിയുടെ നാവികസേനാ മേധാവി കുഞ്ഞാലി മരക്കാർ. ചിമ്മിനി വന്യജീവി സങ്കേതം സ്ഥാപിതമായ വർഷം 1984. തട്ടകം രചിച്ചത് കോവിലൻ. തമിഴ്നാടുമായും കർണാടകയുമായും അതിർത്തി പങ്കിടുന്ന കേരളത്തിലെ ഏക താലൂക്ക് സുൽത്താൻ ബത്തേരി. കേരളത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന മണ്ണ് ലാറ്ററൈറ്റ്. 99-ലെ വെള്ളപ്പൊക്കം എന്ന പ്രസിദ്ധമായ വെള്ളപ്പൊക്കം ഉണ്ടായതെപ്പോൾ? ഉത്തരം 1924. മലബാറിലെ ആദ്യ ജലവൈദ്യുത പദ്ധതി കുറ്റ്യാടി. മാർത്താണ്ഡവർമ്മ തൃപ്പടിദാനം നടത്തിയ വർഷം 1750. മാമാങ്കവേദിയായിരുന്ന തിരുനാവായ ഏത് നദിയുടെ തീരത്തായിരുന്നു? ഉത്തരം ഭാരതപ്പുഴ. മുസ്ലിം ലീഗിന്റെ ശാഖ കേരളത്തിൽ പ്രവർത്തനം ആരംഭിച്ച വർഷം 1917. ആധുനിക കാലത്തെ അത്ഭുത സംഭവം എന്ന് ഗാന്ധിജി വിശേഷിപ്പിച്ചത് ക്ഷേത്രപ്രവേശന വിളംബരം. ആയിരാജാക്കന്മാരുടെ തലസ്ഥാനമായിരുന്നത് വിഴിഞ്ഞം. ആര്യഭടൻ ജനിച്ച ആർമകം എന്ന സ്ഥലത്തിന്റെ ഇപ്പോഴത്തെ പേര് കൊടുങ്ങല്ലൂർ. ആദ്യത്തെ അക്ഷയ കേന്ദ്രം ആരംഭിച്ച പഞ്ചായത്ത് പള്ളിക്കൽ. ഇന്ത്യയിൽ മാജിക് ടൂറിസം പദ്ധതിക്ക് തുടക്കമിട്ട ആദ്യത്തെ സംസ്ഥാനം കേരളം. ഇന്ത്യയിൽ ആദ്യമായി കർഷകർക്കായി കേരള സർക്കാർ അവതരിപ്പിച്ച പെൻഷൻ പദ്ധതിയുടെ പേര് കിസാൻ അഭിമാൻ. ഓമനത്തിങ്കൾ കിടാവോ എന്ന ഗാനം രചിച്ചത് ഇഴയിമ്മൻ തമ്പി. കപട ലോകത്തിൽ ആത്മാർത്ഥമായൊരു ഹൃദയമുണ്ടായതാണ് പരാജയം എന്ന് പാടിയത് ചെങ്ങമ്പുഴ. ശബ്ദസുന്ദരൻ എന്നറിയപ്പെട്ട മലയാള കവി വള്ളത്തോൾ. ശിവഗിരിയിൽ നിന്നുത്ഭവിക്കുന്ന നദി ഭാരതപ്പുഴ. കൃഷ്ണഗാഥയുടെ കർത്താവ് ചെറുശ്ശേരി. ചാത്തൻകോത എന്ന സ്ഥാനപ്പേരിൽ അറിയപ്പെട്ടിരുന്നത് വള്ളുവനാട് രാജാവ്. കൊച്ചിയിൽ രാജാമണ്ഡലത്തിന്റെ ഒരു രൂപവൽക്കരണത്തിന് നിർണായക പങ്കുവഹിച്ച നേതാവ് VR കൃഷ്ണൻ എഴുത്തച്ഛൻ. കൊല്ലവർഷത്തിലെ അവസാനത്തെ മാസം കർക്കടകം. ചെമ്പഴന്തി ആരുടെ ജന്മം കൊണ്ട് പ്രസിദ്ധമാണ്? ഉത്തരം ശ്രീനാരായണ ഗുരു. വൈക്കം സത്യാഗ്രഹ കാലത്ത് സന്ദർശനം നടത്തിയ തമിഴ്നാട്ടിലെ നേതാവ് EV രാമസ്വാമി നായ്ക്കർ. ഹൈദരാലിയെ കേരളം ആക്രമിക്കാൻ ക്ഷണിച്ചത് പാലക്കാട് കോമി അച്ഛൻ. ലോകത്തിലെ ഏറ്റവും പഴക്കമുള്ള തേക്കുംതോട്ടം നിലമ്പൂരിലെ കനോലി പ്ലോട്ട്. വേലുത്തമ്പി ദളവർ ജനിച്ച സ്ഥലം തലക്കുളം. കേരള പ്രസ് അക്കാദമി സ്ഥാപിതമായ വർഷം 1979. കേരള മുഖ്യമന്ത്രിമാരിൽ 20-ാം നൂറ്റാണ്ടിൽ ജനിച്ച ആദ്യത്തെ വ്യക്തി R ശങ്കർ. കേരള മുഖ്യമന്ത്രിമാരിൽ കാലാവധി പൂർത്തിയാക്കിയ ആദ്യത്തെ വ്യക്തി C അച്യുതമേനോൻ. കേരളത്തിലെ ആദ്യത്തെ വനിതാ പോലീസ് സ്റ്റേഷൻ കോഴിക്കോട്. കേരളത്തിലെ ആദ്യ നിയമ സർവകലാശാല ന്യൂയാൽസ്. കേരളത്തിലെ ഏറ്റവും നീളം കുറഞ്ഞ നദി മഞ്ചേശ്വരപ്പുഴ. കേരളത്തിലെ ഏറ്റവും തെക്കേ അറ്റത്തെ ഗ്രാമപഞ്ചായത്ത് പാറശാല. കേരളത്തിലെ ഏക നിത്യഹരിത വനപ്രദേശം സൈലന്റ് വാലി. കോട്ടയം ജില്ലയിലെ പ്രശസ്തമായ പക്ഷി സങ്കേതം കുമരകം. കോലാട് എന്ന ചെറുകഥ എഴുതിയത് കമല സുരയ്യ. ഗോവർദ്ധന്റെ യാത്രകൾ രചിച്ചത് ആനന്ദ്. ജോസഫ് മുണ്ടശ്ശേരിയുടെ ആത്മകഥ കൊഴിഞ്ഞ ഇലകൾ. തലശ്ശേരി കോട്ട നിർമ്മിച്ചത് ബ്രിട്ടീഷുകാർ. തകഴിയുടെ ആദ്യ നോവൽ ത്യാഗത്തിന് പ്രതിഫലം. തിരുവിതാംകൂറിൽ നിസ്സഹകരണ പ്രസ്ഥാനത്തിന് നേതൃത്വം നൽകിയത് AK പിള്ള. ഗാന്ധിയും ഗോഡ്സെയും എന്ന കവിത രചിച്ചത് NV കൃഷ്ണവാര്യർ. മീനച്ചിലാർ ഏത് ജില്ലയിലെ പ്രധാന നദിയാണ്? ഉത്തരം കോട്ടയം. ആനമുടിയുടെ ഉയരം 2695 മീറ്റർ. ആലപ്പുഴ ജില്ലയിൽ പ്രാചീന കാലത്തുണ്ടായിരുന്ന ബുദ്ധമത കേന്ദ്രം ശ്രീമുലവാസം. യഹൂദർ കേരളത്തിൽ വന്ന വർഷം AD 68. കാക്കനാടിന്റെ യഥാർത്ഥ പേര് ജോർജ് വർഗീസ്. സഫലമി യാത്ര രചിച്ചത് NN കക്കാട്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കശുവണ്ടി ഉൽപ്പാദിപ്പിക്കുന്ന സംസ്ഥാനം കേരളം. ഏത് രാജാവിന്റെ കാലത്താണ് തിരുവിതാംകൂറിൽ ഇംഗ്ലീഷ് വിദ്യാഭ്യാസത്തിന് തുടക്കം കുറിച്ചത്? ഉത്തരം സ്വാതി തിരുനാൾ. ഏത് രാജ്യക്കാരുമായിട്ടാണ് മാർത്താണ്ഡവർമ്മ മാവേലിക്കര ഉടമ്പടിയിൽ ഏർപ്പെട്ടത്? ഉത്തരം നെതർലാൻഡ്സ്. കേരളത്തിൽ ഏറ്റവും കൂടുതൽ സ്ഥലത്ത് കൃഷി ചെയ്യപ്പെടുന്ന കാർഷിക വിള തെങ്ങ്. CMS കോളേജ് കോട്ടയത്ത് സ്ഥാപിതമായത് ഏത് വർഷത്തിൽ? ഉത്തരം AD 1860. കേരളത്തിലെ ഏത് ജില്ലയിലാണ് നാവിക അക്കാദമി സ്ഥിതി ചെയ്യുന്നത്? ഉത്തരം കണ്ണൂർ. കേരളത്തിലെ 1-ാം നിയമസഭയിൽ എത്ര നിയോജക മണ്ഡലങ്ങളാണ് തെരഞ്ഞെടുപ്പ് നടന്നത്? ഉത്തരം 114. കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ആദ്യ സെക്രട്ടറി P കൃഷ്ണപിള്ള. ഏത് വൈസ്രോയ്ക്കാണ് 1900-ലെ ഈഴവ മെമ്മോറിയൽ സമർപ്പിച്ചത്? ഉത്തരം കഴ്സൺ പ്രഭു. ഏത് വർഷമാണ് സംക്ഷേപ വിദ്യാർത്ഥം പ്രസിദ്ധപ്പെടുത്തിയത്? ഉത്തരം 1772. കൊച്ചിയിൽ വൈദ്യുതി സമരം നടന്നത് ഏത് ദിവാന്റെ കാലത്താണ്? ഉത്തരം RK ഷൺമുഖം ഷെട്ടി.
ഒന്നാമത്തെ പഴശ്ശി വിപ്ലവം ഏത് വർഷത്തിൽ? ഉത്തരം AD 1793 to 97 വരെ. ഐതിഹ്യമാല രചിച്ചത് കൊട്ടാരത്തിൽ ശങ്കുണ്ണി.